8.7 കോടി രൂപയാണ് നമ്മുടെ കേരള സർക്കാർ വിഴിഞ്ഞത്തിന്റെ സ്വന്തം കുടുംബങ്ങൾക്കായി അനുവദിച്ചത്. ഇവിടത്തെ കട്ടമര തൊഴിലാളികൾ, കരമടി തൊഴിലാളികൾ, ചിപ്പിത്തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ തുടങ്ങി അനവധി മേഖലകളിൽ തൊഴിലെടുത്തിരുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തിക്കും അവരവർ അർഹതപ്പെട്ട തുക ഇന്ന് നമ്മൾ കൈമാറിയിട്ടുണ്ട്. കോൺഗ്രസുകാരെല്ലാം കൂടി ദിവ്യ സൈരെ അങ്ങ് ഒതുക്കിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒതുങ്ങാൻ ഇത് ആള് വേറെയാണ്. തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്ന് ദിവ്യ ഇതിനു മുൻപ് പല ആരോപണങ്ങൾ വന്നപ്പോഴും പറഞ്ഞതാണ്. ആ പറഞ്ഞ വാക്ക് ദിവ്യ പാലിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓലപ്പടക്കം കണ്ടാൽ പേടിച്ചോടാൻ ഇത് പെണ്ണ് വേറെയാണ്. പിണറായി സർക്കാർ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ ചുവടുവെപ്പാണ് നടത്തുന്നതെന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ദിവ്യയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ഉണ്ടായത് ഈ ഒരു വിഷയത്തിനല്ല, മറിച്ച് കെ രാഗേഷ് എന്ന മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്ന മനുഷ്യൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനാരോപണം ചെയ്തപ്പോൾ കെ രാഗേഷിന്റെ സേവനത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ദിവ്യയുടെ പോസ്റ്റ് ആയിരുന്നു. അതുവരെയും തന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന, തനിക്ക് തൊഴിൽപരമായും സൗഹൃദപരമായും പരിചയമുള്ള ഒരു മനുഷ്യന്റെ ആത്മാർത്ഥതയെ വർണ്ണിച്ചുകൊണ്ട് ആ ഒരാൾക്കുണ്ടായ ഉയർച്ചയിൽ അഭിമാനിച്ചുകൊണ്ട് ദിവ്യയിട്ട പോസ്റ്റിനെയാണ് രാഷ്ട്രീയവൽക്കരിച്ച് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ചട്ടവിരുദ്ധമായി രാഷ്ട്രീയക്കാരെ പിന്തുണച്ചു എന്നുള്ള ആരോപണങ്ങളോടെ കോൺഗ്രസ് കടന്നാക്രമിച്ചത്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ദിവ്യക്കെതിരെ ശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് പല നേതാക്കന്മാരും സംസാരിച്ചത്. കെ മുരളീധരൻ, രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ പറഞ്ഞ വാക്കുകൾ സ്ത്രീപക്ഷ വിരുദ്ധമെന്നു തന്നെ പറയാവുന്നതായിരുന്നു. കോൺഗ്രസുകാരുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിലും ശബരിനാഥ് പോലും ഒരു ഘട്ടത്തിൽ ദിവ്യയെ കൈവിട്ടു എന്ന് വേണം പറയാൻ. എന്നാൽ അതുകൊണ്ടൊന്നും താൻ കുലുങ്ങില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തോടുകൂടി ദിവ്യ തൊട്ടടുത്ത ദിവസം പൊതുവേദിയിൽ ഗാനം ആലപിച്ച് ചിരിച്ചു കളിച്ച് ഇത് പവയല്ല എന്റെ പാവയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇപ്പോൾ വീണ്ടും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അവിടുത്തെ തീരദേശവാസികളോട് 100% സത്യസന്ധമായി പിണറായി പറഞ്ഞ വാക്കു പാലിച്ച ഘട്ടത്തിൽ വീണ്ടും ദിവ്യ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. സത്യസന്ധമായ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ ഒരു കുടത്തിന്റെ വായടച്ചു മൂടിയിട്ട് കാര്യമില്ല, 1000 നാവുകൾ സത്യം പറയുക തന്നെ ചെയ്യും. കേരളത്തിന്റെ അഭിമാനമായി വിളങ്ങുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വേളയിലാണ് തീർത്തും ഒരു ജനകീയ തുറമുഖമാണ് എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നതിന് ഒരു ദൃഷ്ടാന്തം കൂടി ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിന്റെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, തീരദേശവാസികൾക്ക് വേണ്ടി അവരുടെ ജീവനോപാധി നഷ്ടപരിഹാര തുക വിതരണം ഇന്ന് ഇവിടെ നടന്നു. 8.7 കോടി രൂപയാണ് നമ്മുടെ കേരള സർക്കാർ വിഴിഞ്ഞത്തിന്റെ സ്വന്തം കുടുംബങ്ങൾക്കായി അനുവദിച്ചത്. ഇവിടത്തെ കട്ടമര തൊഴിലാളികൾ, കരമടി തൊഴിലാളികൾ, ചിപ്പിത്തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ തുടങ്ങി അനവധി മേഖലകളിൽ തൊഴിലെടുത്തിരുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തിക്കും അവരവർ അർഹതപ്പെട്ട തുക ഇന്ന് നമ്മൾ കൈമാറിയിട്ടുണ്ട്.